ശ്രീ എ സജീവൻ, ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് യു ഡി എഫ് സർക്കാർ വി ഡി സതീശൻ അധികാരത്തെത്തിയതിന് ശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നിരവധി വിഷയങ്ങൾ. PM ശ്രീ അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒപ്പിട്ട് കഴിഞ്ഞതാണ്. മദ്യനികുതിയുടെ വിഷയം MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരുന്നപ്പോൾ എടുത്ത തീരുമാനമാണ്. ഇവിടെ ഇപ്പോൾ ഈ കാര്യങ്ങൾ പരിശോധിച്ച് വരുമ്പോൾ ഇവർക്ക് പുതുതായി ഒന്നും ചെയ്യാനില്ല. കഴിഞ്ഞ സർക്കാരിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നൊരു നയം, ഒരു നിലപാട് എടുത്താൽ ജനങ്ങളെ പറ്റിക്കാമെന്നാണ്. സ്വാഭാവികം, നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്ന കാര്യമുണ്ട്. വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് കൃത്യമായൊരു പിന്നാക്കം പോക്ക് നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഇന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. സ്ത്രീ സുരക്ഷാ പദ്ധതി അടക്കം ഇല്ലാതാക്കുകയാണ്. ഇതെല്ലാം കൊണ്ടുവന്നതാണ്, ജനങ്ങൾ അംഗീകരിച്ചതാണ്, ജനങ്ങൾക്ക് പ്രയോജനം ചെയ്തതാണ്. അതിന് കൃത്യമായ വരുമാനം കണ്ടെത്താൻ ഐഡിയ ഇല്ലാത്ത ഒരു കൂട്ടർ എന്നങ്ങനെ തന്നെ പറയേണ്ടി വരുന്നുണ്ട്. ഇവിടെ പൂച്ചവെറ്റ് കിടക്കുന്ന ഖജനാവെന്ന് പറഞ്ഞവർ അധികാരത്തിലേറിയപ്പോൾ 6000-ലധികം കോടി രൂപ ഖജനാവിൽ ഉണ്ടായിരുന്നു. ആ പൂച്ച അതിന് രസകരമായൊരു മറുപടി ബാലഗോപാൽ തന്നെ പറഞ്ഞു. ഏതായാലും 2 ലക്ഷം കോടിയുടെ പണം ഉണ്ടായിരുന്നതൊരു ഖജനാവിൽ കിടന്ന പൂച്ച, അങ്ങനെ ഒരു ഭാഗ്യം ചെയ്ത പൂച്ച ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നിരന്തരം കള്ളം പറയുകയും വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നാക്കം പോകാൻ മുൻ സർക്കാരിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതല്ലേ ശരിയായ വസ്തുത? ഇതിലും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാർ നൈരന്തര്യമാണ് നമ്മൾ പറയാറുണ്ട്. ഏത് സംസ്ഥാനത്തിലും ഒരു പാർട്ടിയുടെ സർക്കാർ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ നിന്ന് പോയിട്ട് വേറൊരു മുന്നണിയുടെയോ പാർട്ടിയുടെയോ സർക്കാർ വരുന്നുണ്ട് എങ്കിൽ അത് നേരത്തെ എടുത്ത തീരുമാനങ്ങളുടെ മുഴുവൻ ഘടകവിരുദ്ധമായ രീതിയിലല്ല പോകേണ്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ സർക്കാർ നൈരന്തര്യമാണ് എന്ന് പറയാറുള്ളത്. സത്യത്തിൽ അത് മറക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇപ്പോ താങ്കൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക്, PM ശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന നമ്മുടെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ഇന്ന് പുറത്തിറക്കിയിട്ടുള്ള ഈ വസ്തുതകളുടെ ധവളപത്രമാണല്ലോ. അതായത് സർക്കാർ LDF വിശേഷിപ്പിക്കുക, ഞാനങ്ങനെ പറയുന്നില്ല, വസ്തുതകളുടെ ധവളപത്രം എന്ന് LDF പറയുന്നതാണല്ലോ. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ധവളപത്രം ഇറക്കേണ്ടി വന്നു എന്ന് നമ്മൾ നോക്കണം. അതായത് സർക്കാരിന്റെ സമ്പത്ത് പറഞ്ഞ പോലെ ഇത് സർക്കാരിന് വേണ്ടി മറ്റൊരു ഏജൻസി അല്ലെങ്കിൽ മറ്റു ചില ആളുകൾ ഇറക്കിയിട്ടുള്ള ധവളപത്രമാണല്ലോ അത്. അപ്പോൾ ആ ധവളപത്രത്തിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ വസ്തുതകളുടെ ധവളപത്രം എന്ന രീതിയിൽ ഇറക്കേണ്ടി വന്നത്. അതാണ് പ്രശ്നം. അതായത് നേരത്തെ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന രീതിയിലേക്ക് പോകുന്നു. ഒരു കാര്യം, ഇവിടുത്തെ അടിസ്ഥാനപരമായ ഒരു കാര്യം, ഈ കേരളത്തിന്റെ കടം, ബജറ്റ് കടം അല്ലെങ്കിൽ പൊതുകടം ഭീകരമായ രൂപത്തിൽ വർദ്ധിച്ചു. ഈ LDF സർക്കാരിന്റെ കാലത്ത് അല്ലെങ്കിൽ 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് അതിഭീകരമായിട്ട് വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ശരി, നമ്മൾ അത് ശരിയാണെന്ന് വെച്ചുകൊണ്ട് തന്നെ പറയും. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവേണ്ടി വന്നത് അത് നമുക്കറിയാം. ഇപ്പോൾ ഹരി പറഞ്ഞ പോലെ ഇത് കിഫ്ബിയുടെ കടം ബജറ്റിന്റെ ഭാഗമാക്കി ഉൾപ്പെടുത്തിയത് കൊണ്ടാണല്ലോ. അത് സംസ്ഥാന സർക്കാർ ചെയ്തതല്ല, കേന്ദ്രം ചെയ്തതാണ്. അപ്പൊ ബോധപൂർവമായിട്ട് കേന്ദ്ര സർക്കാർ ഈ കടം സംസ്ഥാന സർക്കാരിന്റെ കടം പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് കിഫ്ബിയുടെ കടം കൂടി ഉണ്ടാക്കി. കിഫ്ബിയുടെ കടം ഇവിടെ സംസ്ഥാനത്തിന്റെ കടമല്ലേ എന്ന് വെച്ച് വേണം നമുക്ക് വാദിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് കിഫ്ബി ഇവിടെ ഉണ്ടാവേണ്ടി വന്നത്, കിഫ്ബി രൂപീകരിക്കേണ്ടി വന്നത് എന്തിനു വേണ്ടിയാണ്? കാരണം ഇവിടെയുള്ള സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട കാശൊന്നും കിട്ടാതാവുമ്പോൾ, കേന്ദ്രം നൽകേണ്ട വിഹിതം പോലും തടഞ്ഞു വെക്കുമ്പോൾ, ഇവിടെ 2018 ശേഷം പ്രളയം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ദുരന്തങ്ങളുടെയും മഹാമാരികളുടെയും ഈ അസുഖങ്ങളുടെയും ഒക്കെ ഭീകരമായ കാലമായിരുന്നില്ല ഈ 10 വർഷക്കാലത്തിനിടയിൽ. പലപ്പോഴായിട്ടുണ്ടായിരുന്നു. നിപ്പ ഉണ്ടായിരുന്നു, കോവിഡ് ഉണ്ടായിരുന്നു. ഈ ദുരന്തങ്ങൾ തന്നെ, ഈ പ്രകൃതി ദുരന്തങ്ങൾ തന്നെ ഭീകരമായ രൂപത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇതിലൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് എന്തൊക്കെ സഹായമാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ നോക്കണമല്ലോ. ഒന്നുമില്ല. ഇവിടെ പ്രധാനമന്ത്രി വരുന്നു, കണ്ണീരൊഴുക്കുന്നു, പോകുന്നു. ചില കേന്ദ്രമന്ത്രിമാർക്ക് ചില സർവേ നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നു. എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്? ഇവിടേക്ക് അയച്ച ഹെലികോപ്റ്ററിന്റെയും മറ്റും വാടക പോലും കൊടുക്കേണ്ടി വന്നു കേരളം എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ വളരെ ഭീകരമായ രൂപത്തിൽ ഇതിന്റെ ഈ കടങ്ങളുടെ ഒക്കെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളെ ഞെക്കിക്കൊല്ലും, ഞെരിച്ചു കൊല്ലും എന്ന കേന്ദ്രത്തിന്റെ ഒരു നിലപാടുണ്ട്. അതിപ്പോ UDF സർക്കാർ വരുമ്പോഴും മാറാൻ പോകുന്നില്ല. ഈ സർക്കാരിന്റെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് എന്തെല്ലാം നിലപാടുകൾ ഉണ്ടാവുന്നുള്ള ഏറ്റവും വലിയ തെളിവാണല്ലോ ഇപ്പോഴത്തെ ഗവർണർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ.
വൈസ് ചാൻസലർമാരുടെ നിയമനവുമായും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഇത്തരം ഈ സംഭവങ്ങൾ കേന്ദ്രം തുടരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കേരളത്തിന് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട കിട്ടേണ്ട ന്യായമായിട്ടും അർഹതയുള്ള കാശ് കേന്ദ്രം തടഞ്ഞു വെക്കുമ്പോൾ, തരാതിരിക്കുമ്പോൾ മറ്റൊരു ബദൽ ഇവിടെ വികസന പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. ഇവിടെ പാലങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്, റോഡുകൾ ഉണ്ടാവേണ്ടതുണ്ട്, മറ്റു വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ട ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയാണല്ലോ കിഫ്ബി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് സാധാരണഗതിയിൽ അതിന്റെ കിഫ്ബിയുടെ കടം പോലും, കിഫ്ബിക്ക് വേണ്ടി എടുത്തുള്ള കടം പോലും ബജറ്റിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഞെരുക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ കടം അങ്ങനെ തന്നെ നിൽക്കും. അത് തുടരണമെന്നൊന്നുമില്ല. ഇപ്പൊ കിഫ്ബി തുടരണമെന്ന് UDF സർക്കാർ തുടരും. പക്ഷേ അതിന് പകരമായിട്ട് വേറൊരു മാർഗം എന്താണ്? അവിടെയാണ് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഈ സജീവൻ, താങ്കൾ ചോദിച്ച ചോദ്യമാണ് ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യം. ഒന്ന്, എന്തിന് കിഫ്ബി രൂപീകരിക്കേണ്ടി വന്നു? കിഫ്ബി അല്ലാതെ ബദൽ മാർഗം നിങ്ങളുടെ മുൻപിലുണ്ടോ എന്ന ചോദ്യം.